ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ വീട്ടിലല്ല, ഞാൻ വേറൊരു സ്ഥലത്താണ്. അത് ഞാനിവിടെ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ, എൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പി ജിന്ന് താഴോട്ടുള്ളൊരു വ്യൂ. അപ്പോൾ രാവിലെ ഒരു 6:30 ആകുമ്പോഴാണ് ഞാൻ എണീക്കാറ് കേട്ടോ. അപ്പോൾ ദേ ഇങ്ങനെ നിൽക്കുകയാണ്, കുളിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പോയി കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് 2 പേരും കൂടി ഉണ്ട്, ഞങ്ങൾ 3 ഷെയറിങ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഞാനാണ് കേട്ടോ കുളിക്കാറ്, അത് കഴിയുമ്പോൾ അവരെയൊക്കെ എണീക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണ്. മോയ്സ്ചറൈസറും സൺസ്ക്രീനുമാണ് ഞാൻ ഇടാറ് സ്കിൻ കെയർ ആയിട്ട്. ഇവിടെ അങ്ങനെ വെയിലൊന്നുമില്ല കേട്ടോ, നല്ല തണുപ്പാണല്ലോ പ്രത്യേകിച്ച് ഈ സമയത്ത്. പക്ഷെ എന്നാലും ഞാൻ സൺസ്ക്രീനൊക്കെ ഇടാറുണ്ട്. അതിന് ശേഷം ഒരു പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ കണ്ണെഴുതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റൂംമേറ്റ് സാന്ദ്ര. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കമ്മലൊക്കെ ഇട്ട് പിന്നെ ലിപ് ബാം ഇട്ടു. എൻ്റെ ചുണ്ടൊക്കെ നല്ലോണം ഡ്രൈ ആവുന്നുണ്ട്, അപ്പോൾ ലിപ് ബാം ഒക്കെ ഇട്ടു. അതിന് ശേഷം ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് കാഷ്യൂ നട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാൻ കേട്ടോ, അത് തീരാറായി. ഞാൻ വന്ന സമയത്തൊന്നും അത് എടുത്തിരുന്നില്ല, കാരണം എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ എനിക്കൊന്നും കഴിക്കാനൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അതൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പി ജിയിൽ നിന്ന് തന്നെ നമുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഫ്ലോറ്. അപ്പോൾ ഇവിടെ ഫ്രിഡ്ജൊക്കെ ഉണ്ട് എല്ലാ ഫ്ലോറിലും. ആറ്റത്ത് കാണുന്നതാണ് ഞങ്ങളുടെ റൂം. അത് കഴിഞ്ഞ് ഇതേ ലിഫ്റ്റ് ഇറങ്ങി താഴെ എത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇത് ഉച്ചക്കലത്തേക്കുള്ള റൈസാണ്. അവിടെ ലൈറ്റ് ഇടാത്തതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റാത്തത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടമായില്ല, അപ്പോൾ ഞാൻ റൈസ് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഡൈനിങ് റൂമിൻ്റെ അവിടെ ടി വി ഒക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. എങ്ങനെയുണ്ട്? ഏതാ നല്ലത്? ഇതാണെങ്കിൽ കുറച്ച് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇതാണ് പ്രത്യേകിച്ച് ചൊവയൊന്നുമില്ല, എന്തൊക്കെയോ ഇറക്കാൻ പറ്റും. ഞാൻ റൈസ് മാത്രമേ എടുത്തോളൂ, എനിക്ക് മറ്റേ സംഭവം അത്ര ഇഷ്ടമല്ല. ഉച്ചയ്ക്ക് ഇത് തന്നെയാണ് കേട്ടോ. ഇത് ശരിക്കും ഉച്ചയ്ക്കലത്തെയാണ്, രാവിലത്തെയാണ് മറ്റേ സംഭവം. അപ്പം ഞാൻ 2 നേരം ഇതാ കഴിക്കും. അപ്പോൾ ഇതേ ഞാനിവിടെ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ റൈസ് തന്നെയാണ് എടുത്തത്. ഇവിടെ ഉച്ചയ്ക്ക് ഓരോരോ ടൈപ്പ് റൈസ് ആയിരിക്കും. ഇന്നൊരു വെജിറ്റബിൾ റൈസ് ഒരു ഇതായിരുന്നു. ചില ദിവസങ്ങളിൽ ലെമൺ റൈസ് ആയിരിക്കും, പിന്നെ ടൊമാറ്റോ റൈസ് ആയിരിക്കും, പിന്നെ ഒരു പച്ച കളറിലുള്ള റൈസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ കഴിച്ച് കഴിഞ്ഞു. കുറച്ച് അച്ചാറും എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ എൻ്റെ വേറൊരു റൂംമേറ്റ് അഞ്ജിത. ഞങ്ങളൊക്കെ സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇതാണ് കേട്ടോ സാന്ദ്ര, എൻ്റെ റൂംമേറ്റ് ആണ്, എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണതാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ ഇവിടെ വർക്ക് ചെയ്യാണ് ബാംഗ്ലൂർ. അപ്പോൾ ഞാൻ കുറേ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വന്നിട്ട് ഒരു 15 ദിവസത്തോളമായില്ലേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഓഫീസിലേക്ക് ഇറങ്ങാണ്. ഇന്ന് ഫ്രൈഡേ ആണ്, അപ്പോൾ അതുകൊണ്ട് ജീൻസൊക്കെ ഇട്ടേക്കണം. ഫ്രൈഡേ നമുക്ക് കാഷ്വൽസ് ആണ്, ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഫോർമൽസ് ആണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഗേൾസിന് ആക്ച്വലി ഫോർമൽസ് സീനൊന്നും ഇല്ല, ചുരിദാറൊക്കെ പോലത്തെ എന്തെങ്കിലും ഇടാം, അല്ലെങ്കിൽ ഷർട്ടും പാൻറ്റും അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിവിടെ വൈറ്റ് ഫീൽഡിലാണ് ഓഫീസ്. അപ്പോൾ നമ്മൾ പോവാണ്. കമ്പനി ഏതാന്നൊക്കെ പറയണോ? വഴിയേ പറയാം. അപ്പോൾ പിന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇന്നെൻ്റെ വ്ലോഗിൽ മിക്കവാറും പി ജിയും ഇങ്ങനെ നടക്കണമെന്നൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ഓഫീസിൽ കോമ്പൗണ്ടിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ പെർമിഷൻ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് മെട്രോയ്ക്കാണ് പോണത്. നമ്മുടെ അവിടെ നിന്ന് ഒരു 2 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് മെട്രോ സ്റ്റേഷൻ എത്തും. അപ്പോൾ മെട്രോ കയറി കഴിഞ്ഞ് ഒരു 2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസിൻ്റെ സ്റ്റോപ്പ് എത്തും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ വന്നു. അതിനുശേഷം ഈ വീഡിയോ വൈകുന്നേരത്തെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞുല്ലോ എനിക്ക് ഓൾറെഡി ഓഫീസിലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഇത് ഞങ്ങൾ തിരിച്ചു വരാണ് 6:30 ആയപ്പോൾ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു വന്നു. ഇപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഒരു വലിയ സ്വെറ്റർ പോലത്തെ സംഭവമൊക്കെ എടുത്തിട്ടിട്ടുണ്ട്, കാരണം ഇവിടെ നല്ല തണുപ്പാണ്. രാത്രി അവിടെ നിന്നൊന്നുമില്ല, പകലായാലും ഇവിടെ തണുപ്പാണ്. അപ്പം ഞങ്ങൾ എവിടെ പോവാണ്? ഇന്ദിരാനഗറിൽ പോവാണ്. മേഘ്ന ബിരിയാണി ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതല്ലേ മേഘ്ന ബിരിയാണി. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ വേറെ കുറച്ച് ഫ്രണ്ട്സും കൂടി ഉണ്ട്, അപ്പോൾ അവരവിടേക്ക് വരും. അപ്പം ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവാണ്.
ഈ മേഘ്ന ബിരിയാണി ഇന്ദിരാനഗറിലാണ്. അപ്പം ഞങ്ങൾ മെട്രോ കയറി അവിടെ എത്തി. അവിടെ ഇങ്ങനെ കുറേ എന്താ പറയുക ഷോപ്പൊക്കെ ഉണ്ട് സൈഡിലൊക്കെ ആയിട്ട് കേട്ടോ. ഇതേ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി, മേഘ്ന ബിരിയാണി കേട്ടോ. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ പേളി മാണിയുടെ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ് അവർ ട്രൈ ചെയ്യാൻ പോകുന്നതൊക്കെ. അപ്പോൾ അവിടെ വന്നു. അവിടെ നിന്ന് ഞാൻ സാന്ദ്രയും വാങ്ങിച്ചത് ഒരു സ്പെഷ്യൽ മേഘ്ന ബിരിയാണി ആയിരുന്നു. അവിടുത്തെ ട്രേഡ് മാർക്കാണല്ലോ അത്. അപ്പോൾ അത് വാങ്ങിച്ചു. ഒരെണ്ണാട്ടോ ഞങ്ങൾ വാങ്ങിച്ചോളൂ, എന്നിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ കാരണം ഇവിടെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും ഭയങ്കര വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഷെയർ ചെയ്ത് കഴിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ മെനു കാർഡ്. മെനു കാർഡിൻ്റെ ആവശ്യമൊന്നും വന്നിരുന്നില്ല. പിന്നെ നിങ്ങൾ നോക്ക്, ഇവിടെ കണ്ടോ കുറേ ജ്യൂസ്, അങ്ങനത്തെ മൊഹിറ്റോ, സർബത്ത്, അതൊക്കെ. പക്ഷെ നല്ല റേറ്റാണ് കേട്ടോ അതിനൊക്കെ. അപ്പോൾ ഇതേ എല്ലാവരും ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇതാണ് കേട്ടോ എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ബാക്കി ഫ്രണ്ട്സാണ്, കൊളീഗ്സാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ മേഘ്ന ബിരിയാണി ഇവിടെ എത്തിയിട്ടോ. അവർ തന്നെ നമുക്ക് സെർവ് ഒക്കെ ചെയ്ത് തരും. 2 പേർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് അങ്ങനെ സെർവ് ഒക്കെ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്പുള്ള ബിരിയാണീസൊക്കെയാണ് എടുത്തത്. ഇവ മാത്രം വെജാണ് കേട്ടോ. കഴിച്ചു കഴിഞ്ഞു. സൂപ്പർ ബിരിയാണി ആയിരുന്നു. പിന്നെ നമുക്ക് കഴിച്ച് കഴിയുമ്പോൾ തന്നെ അത് ഇതുപോലെ ലെമണൊക്കെ ആയിട്ട് തരും കേട്ടോ. വാട്ടറും നമുക്ക് കൈയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകാൻ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഹോട്ടലിൽ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക കഴുകുന്നത്. ഇതായിരുന്നു നമ്മൾ വാഷ് ചെയ്യും, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പോയ ഹോട്ടൽസിലൊന്നും ഇങ്ങനെയൊന്നും തരാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എത്രയാടാ ഇന്ന് വ്ളോഗിൽ കാണിക്കോ? ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നോക്കുവാരെങ്കിലും എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നിങ്ങൾക്ക് 2 പേർക്ക് വിരോധികളാണ്. ആ സൈഡ് മൊത്തം. എടാ എങ്ങനെയുണ്ടായി? ഇതവിടെ നമ്മുടെ സൈഡിൽ, റോഡ് സൈഡിൽ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്നതൊക്കെയാണ് കേട്ടോ. ഇവിടെ നല്ല രസമുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അതിന് ശേഷം നമ്മൾ സിനിമയ്ക്ക് പോകാനുള്ള ഡിസ്കഷനിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് അശ്വിൻ. ഇവനെ ഞാനൊരു ഗ്രൂപ്പാണ്. എന്തേലും പറ. ഹായ് പറ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവന് ഭയങ്കര ജാടയാണ്. ഇവനായിട്ട് ബ്ലോഗിലൊന്നും വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കുറേ ദൂരം നടന്നു. ഒരു മോളിലാണ്, ഗോപാലൻ അങ്ങനെ എന്തോ പറഞ്ഞൊരു മോളിലാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ അതേ മോളെത്തി. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിയുടെ വല്യേട്ടനാണ് കേട്ടോ. അത് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാനാണ് പോകുന്നത്. പിന്നെ കാണാൻ വേറെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, അന്നൊരു ഓഫർ ഉണ്ടായിരുന്നു 99 റുപ്പീസിന്. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് തന്നെ പോയത്. ಇಂದಿನ ಮತ್ತು ನಮ್ಮ ಮುಂದಿನ ಪೀಳಿಗೆಗೆ ಈ ಪರಿಸರವನ್ನು ಉಳಿಸಲು, ರಕ್ಷಿಸಲು ಮತ್ತು ಬೆಳೆಸಲು ನಾವುಗಳೆಲ್ಲರೂ ಸೇರಿ ವಾಯು ಮಾಲಿನ್ಯ ಹಾಗೂ ಶಬ್ದ ಮಾಲಿನ್ಯವನ್ನು ನಿಯಂತ್ರಿಸಬೇಕಾಗಿದೆ. ಸಾರಿಗೆ ಇಲಾಖೆ ವತಿಯಿಂದ രാത്രി ഇപ്പോഴാണ് ഫിലിം തീർന്നത്. ഫിലിം തീർന്നപ്പോൾ വൈകിയോണ്ട് ഞങ്ങൾ ക്യാബ് പിടിച്ചിട്ടാട്ടോ തിരിച്ച് PGയിലേക്ക് പോയത്. അശ്വിന് അയ്യോ കാണാൻ
ഇപ്പോൾ ഒരു 1:30 ആയി. അപ്പോൾ ഞങ്ങളിത് PGയുടെ ഫ്രണ്ടിലെത്തി. ഇപ്പോൾ ഇവിടെ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ബാംഗ്ലൂർ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്കങ്ങനെ പേടിക്കാനൊന്നും ഇല്ല അല്ലേ. പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ സമയത്തൊന്നും ഇങ്ങനെ നടക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഊബറല്ലല്ലോ, എന്തായിരുന്നു, ഊബർ തന്നെയാണ് എന്തോ ഒരു സംഭവം. ആ ചേട്ടൻ അവിടെ വരെ നിന്ന്. അവിടെ ഒരു വണ്ടി കിടക്കണോണ്ട് PGയുടെ ഫ്രണ്ടിലേക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അവന്മാരൊക്കെ അങ്ങോട്ടും പോയി. അതോട് വന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയോ? എന്താ സംഭവിച്ചേ? PG ലോക്കായി അവർ കിടന്നുറങ്ങി. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് ഫോണൊക്കെ വിളിച്ച് ചേച്ചി പാവ ഉറക്കത്തിനൊക്കെ എണീച്ചു. ഫോൺ എടുത്തില്ല, ഫോൺ എടുത്തില്ല, പക്ഷെ വാതിൽ തുറന്നു. അപ്പം തന്നെ പൂട്ട് തുറന്നു. ഞങ്ങളുടെ റൂംമേറ്റ് ഉണ്ട്, വേറെ കുട്ടി അഞ്ചില. അവളെ ഞങ്ങൾ വെറുതെ ഉറക്കത്തിന് എണീപ്പിച്ചു. ഇനി ഇത്ര ഉള്ളൂ കേട്ടോ. ഇനി പതുക്കെ പറയുന്നത്, ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള എൻ്റെ വീഡിയോ. ചുമ്മാ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ